അച്ഛന് 60 അടിക്കുന്ന കൂട്ടത്തില്ല. അപ്പൊ നമ്മളൊരു കമ്പനി കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ആരാ കമ്പനി കൊടുക്കുന്നത്? അങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം സാധിച്ചു. മമ്മിയും കൊണ്ട് തന്നെ ഞങ്ങളൊരു ട്രിപ്പ് വന്നു. തേക്കടിക്കാണ് വന്നത്. മമ്മിയെ കൊണ്ടുവരാൻ ഇച്ചിരി പാടായിരുന്നു, ഇച്ചിരി കള്ളം പറയേണ്ടി വന്നു. മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ചെക്കപ്പിന്റെ ഡേറ്റ് ആയെന്നും പറഞ്ഞാണ് മമ്മിയെ ഒരുക്കിയത്. തലേന്നേ നമ്മൾ അവിടെ പോയി റൂം എടുക്കുമെന്നും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ മമ്മിക്ക് റൂട്ട് മാറ്റിയപ്പോൾ മമ്മിക്ക് മനസ്സിലായി നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. ട്രിവാൻഡ്രത്തോട്ടല്ല നമ്മൾ പോയത്, റൂട്ട് തിരിഞ്ഞപ്പോൾ മമ്മിക്ക് മനസ്സിലായി ഞങ്ങൾ വന്ന് നിൽക്കുന്നത് തേക്കടിയിലെ സ്പൈസ് ഗ്ലോബ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവർ നമ്മളെ ഭയങ്കര ആദരവപൂർവ്വമായിട്ട് നമ്മളെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ചന്ദനമൊക്കെ ഇട്ട് തന്ന് എനിക്കും ചന്ദനക്കുറി എനിക്കും കിട്ടി. അപ്പോൾ നമ്മുടെ അച്ചായൻ ഇങ്ങനെ കൈയും കെട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ചന്ദനം കിട്ടാൻ വേണ്ടി. അങ്ങനെ അച്ചായനും ചന്ദനമൊക്കെ ഇട്ട് നമ്മളെ അവർ അവിടെ സ്വീകരിച്ചു. ഞങ്ങളവിടെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. ഇന്നലെ അവർ നമ്മളവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം നല്ല ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഇനി നമ്മൾ റിസപ്ഷനിലേക്ക് പോയി നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് അവർ നമുക്ക് റൂമിൻ്റെ കീ ഒക്കെ തന്ന് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ വണ്ടി കൊണ്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ മതി, ബാക്കി എല്ലാം അവർ ചെയ്തോളും. നമ്മുടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യണമെങ്കിൽ അവർ ചെയ്തോളും, നമ്മുടെ ലഗേജസ് എല്ലാം അവർ എടുത്തോളും, എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് വന്നു. റൂമിൽ ജസ്റ്റ് വന്ന് അതിന് മുന്നേ മമ്മി അച്ഛനും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അതിന് വേണ്ടി അങ്ങോട്ട് റൂമിലോട്ട് കയറുക. അങ്ങനെ നമ്മൾ ആശുപത്രി പോയി അമ്മച്ചി നടക്കുന്നു. മമ്മി എവിടെ പോയി അമ്മി? നേരെ ചൊവ്വ വിളിച്ചാ വരത്തില്ല, ചെക്കപ്പിന് പോയതോ. മസനഗുടി വഴി ഊട്ടി പോയി ഇറങ്ങിയതാ. ചിരിക്കാൻ വയ്യ. ആ സമയത്ത് മമ്മിയുടെ റിയാക്ഷൻ ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ എടുത്തത്. മമ്മി ഒന്ന് ചില്ലായി വന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീഡിയോ എടുത്തത്. അമ്മച്ചനെ ഹായ് ദി. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് തേക്കടിയിലെ സ്പൈസ് ഗ്രൂപ്പ്. അങ്ങനെ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ ബാൽക്കണി ഉണ്ട്, ഏലം ചെടികൾ കാണാം. ഏലക്കയൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ഏലക്കയൊക്കെ മേടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന കണക്ക് തേക്കടി പോയാൽ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല, വലിയ തണുപ്പ് കിട്ടുമെന്നും പറഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നാൽ ചൂടില്ല, ചൂടിൽ നിന്നൊരു രക്ഷയുണ്ട്. പക്ഷെ ചെറിയ ബാൽക്കണിയിൽ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ റൂമിനകത്തോട്ട് വന്നു. മമ്മി എല്ലാവരെയും വിളിച്ച് നമ്മൾ ഇനി ഫുഡ് കഴിക്കാനൊക്കെ പോവുകയാണ്. ഇത് ബാർ അറ്റാച്ച്ഡ് ആണ്, നമുക്ക് ബാറിലോട്ടൊക്കെ ഒന്ന് പോയി കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാർ കാണുന്നത്. ഓരോരോ പെഗ് വെച്ച് ഇങ്ങനെ തരുന്നത്. ഇപ്പം അച്ചായന് 60 അടിക്കുന്ന കൂട്ടത്തില്ല. അപ്പം നമ്മളൊരു കമ്പനി കൊടുക്കണ്ടേ, ഇല്ലെങ്കിൽ പിന്നെ ആരാ കമ്പനി കൊടുക്കുന്നത്? അതുകൊണ്ട് നമ്മൾ അച്ചായനൊക്കെ ഒന്ന് ചിൽഡായിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഊണാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്ക് ബിരിയാണിയാണ്, നമുക്ക് ഊണ് തന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ ഊണിന് കറികളാണ് നല്ല മോര്, നല്ല കുറുകിയ മോര്, അതേപോലെ സാമ്പാർ, പിന്നെ മീൻകറിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മീൻകറി ആയിരുന്നു. അതുപോലെ പെപ്പർ ചിക്കൻ ഫ്രൈ. ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോഴും നമുക്ക് ലാസ്റ്റിൽ കിട്ടുന്ന ഒരു മധുരമാണ് പായസം. ഇത് കടലപ്പായസമാണ്, ഐസ്ക്രീമിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. നമ്മുടെ അച്ചായനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ എല്ലാവർക്കും എടുത്ത് ഇങ്ങനെ കൊണ്ട് കൊടുക്കണം.
അങ്ങനെ നമ്മളൊരു പ്ലേറ്റിൽ ചോറും കറികളും എല്ലാം എടുത്ത് ഇത് ഏബലിന്റെ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ മൊത്തം ഫുള്ളായിട്ട് ആ പ്ലേറ്റിൽ ഞാൻ ഇടുന്നത്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ബാക്കിലാണത്. അതിന്റെ ബാക്കിൽ മൊത്തം ഫുള്ള് ഏലച്ചെടിയാണ്. നല്ല അടിപൊളിയായിട്ട് എല്ലാം നമ്മൾ അവര് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ബൊഫേറ്റ് ഫുഡ് എടുത്തിട്ട് നമുക്ക് വന്നിരുന്ന് കഴിക്കാം. ആ ഹോട്ടലിന്റെ അവിടുന്ന് തന്നെ പാർക്കിങ്ങിലോട്ട് പോകുന്നതാണ്. നല്ല ഗാർഡൻ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ചായൻസിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മൾ സ്പൈസ് ഗ്രോവിലാണ്. 4 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിച്ച് പോകും. നമ്മൾക്ക് വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ളതിന്റെ കണക്കാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ അങ്ങോട്ട് വന്ന് ഒരു ദിവസത്തെ ഒരു പരിചയം അല്ല വരുന്നത്. അങ്ങനെ മമ്മി റൂമിന്റെ പുറത്തോട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് എന്നാൽ പുറത്തൊന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് മമ്മി എന്നെല്ലാം മിടുക്കി കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.